നമ്മുടെ ആരോഗ്യം തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്നത്. അത് ഒന്ന് വീക്കായി കഴിഞ്ഞാൽ ഫിസിക്കലി, ഇമോഷണലി അല്ലെങ്കിൽ മെൻ്റലി നമ്മൾ ഒത്തിരി തകർന്നു പോകും. ചിലരൊക്കെ തന്നെ യോഗ, പ്രാണായാമയൊക്കെ ഫോളോ ചെയ്യുന്നവരായിരിക്കും. അങ്ങനെയുള്ളവർക്ക് വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു വഴിയാണ് ഹഠ യോഗ എന്ന് പറയുന്ന അതിൽ വരുന്ന ഒന്നാണ് ജലനേതി എന്നുള്ളത്. മറ്റൊന്നുമല്ല, നേസൽ ക്ലെൻസിങ്. ചെവി, കണ്ണ്, മൂക്ക് എന്നുള്ളവ അണുബാധയിൽ നിന്നൊക്കെ തന്നെ അകറ്റി നിർത്താൻ സഹായിക്കുന്ന ആണ് ഈ ഒരു നാസൽ ക്ലെൻസിങ് എന്നുള്ളത്. മുൻപ് നമ്മൾ അപ്പർ റെസ്പിറേറ്ററി ഭാഗത്തേക്ക് ക്ലെൻസ് ചെയ്യാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ അവിടെ ഉണ്ടാവുന്ന ചില ആരോഗ്യ പ്രശ്നങ്ങൾ, അതിപ്പോൾ നമ്മുടെ സെർവിക്കൽ പ്രോബ്ലംസ് ആണെങ്കിലോ കഴുത്ത് വേദന പോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ആണെങ്കിൽ പോലും സൈനസ് ഇഷ്യൂസ് ഒക്കെ തന്നെ മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ അണുതൈലം വെച്ചിട്ട് നസ്യം ചെയ്യുന്ന പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏകദേശം അതുപോലെ തന്നെ നമ്മുടെ അപ്പർ ബോഡി പാർട്ടിലേക്ക് ഉണ്ടാവുന്ന അപ്പർ റെസ്പിറേറ്ററി ട്രാക്ട് ഇൻഫെക്ഷൻസ്, എന്ത് അണുബാധയായാലും അല്ലെങ്കിൽ ആസ്മ പ്രശ്നങ്ങളാണെങ്കിൽ പോലും അതിന് ഒക്കെ തന്നെ വളരെ നല്ലൊരു സൊല്യൂഷനാണ്. നമുക്ക് ഈസി ആയിട്ട് ബ്രീത്ത് ചെയ്യാൻ പറ്റുന്നതും ഒക്കെ തന്നെ ഇതുവഴി സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് പലർക്കും ഉള്ള ഒരു പ്രശ്നമാണ് സൈനസൈറ്റിസ് അല്ലെങ്കിൽ മറ്റ് പലവിധ തലവേദനകളൊക്കെ തന്നെ. ഇതിനെയൊക്കെ തന്നെ അകറ്റി നിർത്താൻ സഹായിക്കുന്ന ഒരു ടിപ്പ് കൂടിയാണ് ഈ ഒരു ജലനീതി അല്ലെങ്കിൽ നേസൽ ക്ലെൻസിങ് എന്നുള്ളത്. ഇത് എപ്പോഴും തന്നെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ, ഒട്ടും പരിചയമില്ലാത്ത ഒരാളാണെങ്കിൽ അടുത്തുള്ള ഒരു ആയുർവേദ ഡോക്ടറെ പോയി കണ്ടിട്ട് കൺസൾട്ട് ചെയ്തിട്ട് നിങ്ങൾ നിർദ്ദേശങ്ങൾ സ്വീകരിച്ചിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. പറയാൻ കാരണം ചിലർക്കൊക്കെ തന്നെ നേസൽ ബ്ലീഡിങ്, മൂക്കിൽ നിന്ന് രക്തസ്രാവം പോലുള്ള പ്രശ്നങ്ങളോ അല്ലെങ്കിൽ മൂക്ക് സംബന്ധമായിട്ട് ചില ഇൻഫെക്ഷൻസ് പ്രശ്നങ്ങളോ എന്തെങ്കിലുമൊക്കെ അങ്ങനെ ആരോഗ്യ പ്രശ്നങ്ങളുള്ളവരാണെങ്കിൽ കൺസൾട്ടേഷൻ ചെയ്യുന്നതായിരിക്കും ഉത്തമം. കാരണം ചില ഡിമെറിറ്റ്സും ഉണ്ട് ഇതുപോലുള്ള ഇത്തരം കേസിലൊന്നും നമ്മളിത് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. ജലനേത്തി പോട്ടിൽ ഇതുപോലെ ഇളം ചൂടുള്ള വെള്ളം ഉപ്പിട്ടതാണ് നമ്മൾ നിറച്ചിട്ടുള്ളത്. ഇനി ആ നേത്തി പോട്ടിൻ്റെ അറ്റം അഗ്രഭാഗം ചെറുതായിട്ട് മൂക്കിലേക്ക് ശ്രദ്ധാപൂർവം ചേർത്ത് വെച്ചിട്ട് ഒരു മൂക്ക് നാസാദ്വാരത്തിലൂടെ ഇത് ചെറുതായിട്ട് ഒഴിച്ചു കൊടുക്കുമ്പോൾ ഓപ്പോസിറ്റ് ദ്വാരത്തിലൂടെ ഇത് പുറത്തേക്ക് വരും. അപ്പോൾ ഇനി നമ്മൾ ഇതേ രീതിയിൽ തന്നെ മറ്റേ ദ്വാരത്തിലൂടെയും കൂടെ ആവർത്തിക്കേണ്ടതാണ്. ഇങ്ങനെ ചെയ്യുന്നത് വഴി നമുക്ക് നന്നായിട്ട് ശ്വാസം നന്നായിട്ട് എടുക്കാനും അതുപോലെ നമ്മുടെ ലങ്സ് എല്ലാം ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ടും ഇടയ്ക്കിടയ്ക്ക് അലർജി, തുമ്മൽ, കഫക്കെട്ട്, മുക്കൊലിപ്പ് തുടങ്ങിയ പ്രശ്നങ്ങളൊക്കെ വരുന്നവർക്ക് അതെല്ലാം തന്നെ ഇല്ലാതാക്കാനും കൂടെ സഹായിക്കുന്ന വളരെ നല്ലൊരു മെത്തേഡാണ് ഈ ഒരു ജലനേത്തി ക്രിയ എന്നുള്ളത്. അപ്പോൾ ഇതേ രീതിയിൽ തന്നെ ഒന്ന് ചെയ്തു. അതുപോലെ തന്നെ നേസൽ കഞ്ചഷൻ, നമുക്ക് മൂക്ക് അടപ്പ് അല്ലെങ്കിൽ മൂക്കിൽ നിന്ന് എപ്പോഴും വെള്ളം ഒലിക്കുന്ന റൈനൈറ്റിസ് പോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത്തരം ആരോഗ്യ പ്രശ്നങ്ങളിൽ അത് ഉപയോഗിക്കാം.